യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചന പഠനം നമുക്ക് ആരംഭിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കാം. അതിനോട് അടുത്തത് അതിനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു വസ്തുതയാണ്, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. അതായത് ഇതുവരെ പോകാത്ത ഒരു വഴിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതായത് ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു വഴി, ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മുൻപേ കണ്ടിട്ടില്ലല്ലോ ഈ വഴി. അപ്പോൾ ആ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുമ്പോൾ ഇവിടെ യോശുവ തൻ്റെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ചില പാലിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയും ഈ യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം യോശുവ അധികാരത്തെ എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും സിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും വരെ അവിടെ താമസിച്ചു. എത്ര ദിവസം താമസിച്ചു? 2-ാം വാക്യത്തിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇവിടെ നാം കാണുവാൻ തൊക്കെ കഴിയുന്നത്, ഇസ്രായേൽ മക്കൾ സിത്തീമിൽ വന്നു. സിത്തീമിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററോളം ഉണ്ട് യോർദാൻ നദിയുടെ അടുക്കൽ വരുവാൻ തക്കവണ്ണം. ആ ഇസ്രായേൽ മക്കൾ സിത്തീമിൽ നിന്നും യോർദാൻ അരികെ വന്നു. അവിടെ വന്നിട്ട് ഇരമ്പിപ്പായുന്നതായിരിക്കുന്ന തിരമാലകൾ അടിക്കുന്നതായിരിക്കുന്ന വെള്ളത്തിന് മുൻപാകെ ഇസ്രായേൽ മക്കളെ നിർത്തിയിട്ട് യോശുവ പറയാണ്, നിങ്ങൾ 3 ദിവസം ഇവിടെ താമസിക്കണം. എന്തിനായി 3 ദിവസം? സാധാരണ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രയാസമാകും, ദേഷ്യപ്പെടും. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പൊക്കളയാം, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നാം തിരിച്ചു പോകാം, അല്ലെങ്കിൽ ട്രെയിൻ വരുന്ന സമയത്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ റാന്നി സൈഡിൽ നിന്നാണ് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്കാം, ഇന്ന് പോകുന്നില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും, ഇല്ലേ? എന്നതുപോലെ ഇവിടെ യോർദാൻ നദിയുടെ അരികത്ത് നിന്നതിന് ശേഷം അവിടെ യോശുവ പറയുകയാണ്, നിങ്ങൾ 3 ദിവസം ഇവിടെ പാർക്കണം. എവിടെ പാർക്കണം? ഈ യോർദാൻ നദിയുടെ സൈഡിൽ പാർക്കണം. എന്തുകൊണ്ടുകൊണ്ടായി പാർക്കേണ്ടത്? ഒന്നുമില്ലെങ്കിൽ തന്നെയും മന്നായും ആ വെള്ളവും അതൊക്കെ കുടിച്ച് താമസിച്ച മരുഭൂമിയിൽ. ചെങ്കടലിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ തിന്നാനൊക്കെ ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു, കഷ്ടത ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ പ്രയാസം ഉണ്ടായിരുന്നു, വെള്ളത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവ വേണ്ടതായിരിക്കുന്ന ആഹാരമൊക്കെ കൊടുത്തു. എന്നാലും അവിടുന്ന് വന്നതിന് ശേഷം യോർദാൻ നദിയുടെ തീരത്ത് 3 ദിവസം പാർക്കുവാൻ കൊണ്ട് പറഞ്ഞുവെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ഗുണം നമുക്ക് ഷെയർ ചെയ്ത് ഈ വചനത്തിന് മുൻപാകെ അല്പസമയം സംസാരിക്കാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നാം കണ്ടിട്ടില്ലാത്ത ഒരു 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 സ്ഥാനത്തേക്ക് നമ്മളും പ്രവേശിക്കാൻ പോവുകയാണ്. 2026 2025 കഴിയാറായി. 2026 പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്കറിഞ്ഞുകൂടാ, നാം കണ്ടിട്ടില്ല. എന്ത് സംഭവിക്കും 2026 നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ പറയുന്നത് 3 ദിവസം നിങ്ങളുടെ പാർക്കണം. അപ്പം 3 ദിവസം നമ്മുടെ മുമ്പാകെ ഉണ്ടോ? 29, 30, 30. അപ്പം 3 ദിവസമുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ ഒരു 3 ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് തന്നിരിക്കുക. ഈ 3 ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് മാത്രം മതി. ഇസ്രായേൽ മക്കളുടെ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്ന് അതനുസരിച്ച് നമ്മുടെ കാലങ്ങളെ മുൻപോട്ട് വയ്ക്കുകയാണെങ്കിൽ 2026 നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. 2026 പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ 3 ദിവസം ദൈവം തന്നിരിക്കുന്നത് എന്താണ് ദൈവം നമ്മിൽ കൂടി ആഗ്രഹിക്കുന്നത്? അതാണ്. 1-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അനന്തരം യോശുവ അധികാരത്തെ എഴുന്നേറ്റ്. എപ്പോഴാണ് എഴുന്നേറ്റത്? യോശുവയ്ക്ക് അനേക കാര്യങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതായിട്ടുണ്ട്. ആ വസ്തുതകളെല്ലാം ഇന്ന് മഞ്ഞാടി സഭയിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും ആപ്ലിക്കബിൾ ആണ്. നാം ഓരോരുത്തരും ഇതനുസരിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ എന്താ പറയുന്നത്? യോശുവ എപ്പോഴാണ് എഴുന്നേറ്റത്? അധികാലത്ത് എഴുന്നേറ്റു. സാധാരണ നമ്മൾ എന്താണ് പറയാറുള്ളത്? അധികാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് തിങ്കൾ തൊട്ട് ശനി വരെ
എന്നെ വിളിക്കാൻ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് കടയിൽ പോകണം, എനിക്ക് ആട്ടോ എടുക്കാൻ പോകണം, എന്നെ വിളിക്കണം. നേരത്തെ എന്ത് ചെയ്യണം? വിളിക്കാം. കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും എനിക്ക് സ്കൂളിൽ പോകണം, എന്നെ നേരത്തെ വിളിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം പറയും, എന്ത് പറയും? വിളിക്കേണ്ട. അത് ഏത് ദിവസമാണ്? അത് ദിവസമാണ് ശനിയാഴ്ച വൈകിട്ട് പറയും. ഭർത്താവും പറയും, എല്ലാം കേൾക്കാൻ ഭാര്യയാണ് ഉള്ളത്, അല്ലെങ്കിൽ അമ്മയാണ് ഉള്ളത്. എന്ത് പറയും? ഇടി നാളെ എന്നെ ഉടനെ വിളിക്കരുത് കേട്ടോ. എന്ത് പറയും? കാരണം എന്തുവാ? നാളെ ഞായറാണ്. പിള്ളേരെന്ത് പറയും? മമ്മി എന്നെ വിളിക്കരുത്, എന്തുവാ? നാളെ അവധിയാണ്. എല്ലാം വന്ന് കിടക്കുന്നത് എവിടാ? ഈ ഞായറാഴ്ച ആർക്കും വേണ്ട. തിങ്കൾ. പ്രിയരെ, ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. യോശുവ അധികാലത്ത് എഴുന്നേറ്റു. കർത്താവ് യേശു ക്രിസ്തു നിർജ്ജന പ്രദേശത്ത് അധികാലത്ത് എഴുന്നേറ്റു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ അധികാലത്ത് എഴുന്നേറ്റ സംഭവമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരും പറയുമായിരുന്നു, പരീക്ഷ ഉണ്ടെങ്കിൽ രാവിലെ പോയി നദി പോയി കുളിച്ചിട്ട് പാടാന്ന് പറയുമായിരുന്നു. എന്തിനാ? രാവിലത്തെ കുളി, രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശുഭത്തിന് കാരണമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് യോശുവ അധികാലത്ത് എഴുന്നേറ്റു. പ്രിയരെ, നമുക്ക് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നാം ഒരു തീരുമാനമെടുത്തേ മതിയാകുകയുള്ളൂ. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ലേറ്റ് ആകുമോ? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയായിട്ട് തക്ക സമയത്ത് എടുക്കും. അലാറം വെക്കും. ചിലരാണെങ്കിൽ അലാറം വെച്ച് 4 മണിക്ക് അലാറം വെച്ചതിന് ശേഷം, അലാറം കേട്ടതിന് ശേഷം പിന്നീടാണ് ശരിയായിട്ടുള്ള ഉറക്കം. പിന്നീടാണ് പുതപ്പൊക്കെ പുതച്ചങ്ങോട്ട് കിടക്കും. എന്തിനാ? അലാറം അടിച്ചല്ലോ, ഇനി ഒന്നുകൂടെ കിടക്കാം. പ്രിയരെ, ഒരു തീരുമാനം ഇന്ന് രാവിലെ ഈ സമയത്ത് ഈ വചനത്തിന് മുമ്പാകെ നാം എടുക്കേണ്ടത് ആവശ്യമാണ്. യോശുവ അധികാലത്ത് എഴുന്നേറ്റു. യോശുവയുടെ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. തൻ്റെ വീട്ടുകാര്യത്തിന് വേണ്ടിയാണ് തന്നെ എഴുന്നേറ്റത്? അല്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായി. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാൻ എന്തൊക്കെ ബാധ്യസ്ഥനായിരുന്നു യോശുവ. മാത്രമല്ല ഇസ്രായേൽ മക്കളോട് ചേർന്ന് പോവുകയാണ്. അതിന് രാവിലെ എഴുന്നേൽക്കേണ്ടതായിട്ട് വന്നു. അനേക ദൈവദാസന്മാർ എത്രമാത്രം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രാവിലെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ സമയത്ത് എഴുന്നേൽക്കുന്നത് ഒരു ശുഭത്തിന് കാരണമാണ്. അതുകൊണ്ട് പ്രിയരെ, നാം ഒരിക്കലും മറ്റുള്ള ദിവസങ്ങളിൽ ലേറ്റ് ആയാലും, മറ്റുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോകുന്നതിന് ലേറ്റായിട്ട് ഇനി സാലറി കട്ടായാലും കുഴപ്പമില്ല. സൺഡേയിൽ ഒരിക്കലും ലേറ്റ് ആകാൻ പാടില്ല. സൺഡേ മമ്മിയോട് ഇതാണ് പറയേണ്ടത്. എന്താ പറയേണ്ടേ? രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കണം. എനിക്ക് സൺഡേ സ്കൂളിൽ പോകണം. ഇപ്പോൾ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ വർഷിപ്പിനോട് ചേർന്നായതുകൊണ്ട് അതിലും കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡമായി പോയി. സൺഡേ സ്കൂളിൽ പോകണം. രാവിലെ എനിക്ക് എഴുന്നേൽക്കണം, വചനം പഠിക്കണം, വചനം പാട്ടുപാടി മുൻപോട്ട് ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകണം. പ്രിയരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2062 പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എടുക്കേണ്ടതായിരിക്കുന്ന ഒരു തീരുമാനം നാം അധികാലത്തെ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി നാം നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗമാണ്. എങ്കിൽ ആ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഇപ്രകാരം കാണുന്നത്: അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇത് എപ്പോഴാ പോയത്? 6 മണിക്കാണോ? അല്ല, ഇരുട്ടുള്ളപ്പോൾ 5 മണിക്കെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. അബ്രഹാം പോയില്ലേ രാവിലെ സമയത്ത്? എന്തിനു വേണ്ടു? കല്ലറയ്ക്കൽ ആരെങ്കിലും പോകുമോ രാത്രിയിൽ? പകല് പോകാൻ പേടിയാ. രാത്രിയിൽ ഇരുട്ടുള്ളപ്പോൾ സ്ത്രീകൾ, സഹോദരിമാർ ആ ശവക്കല്ലറയിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ആരുണ്ട്? ശവം കിടക്കുന്നതാണ്. അവിടെ പോലീസുണ്ട്. പോലീസിന് മുദ്രയടിച്ചിട്ട് റോമാ ഗവൺമെന്റ് മുദ്രയടിച്ച് അവിടെ ആക്കിയിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് പോലീസുകാരുണ്ട്. ഭയമില്ലാതെ കണ്ട് ഈ സഹോദരിമാർ ഇരുട്ടുള്ളപ്പോൾ അധികാലത്തെ കടന്നു പോവുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശവശരീരത്തെ ഒന്ന് കാണുവാൻ, സുഗന്ധവർഗം പൂശുവാൻ. പ്രിയരെ, അങ്ങനെയെങ്കിൽ നാം മറ്റുള്ള ഏതെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നാം സമയം ഇത് ചെയ്താലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഒരിക്കലും നാം സമയത്തെ മാറ്റിമറിക്കരുത്. അധികാലത്ത് തന്നെ നാം എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഇതോടെ ബന്ധത്തിൽ 2-3 വേദഭാഗങ്ങൾ കൂടി വായിക്കട്ടെ. സങ്കീർത്തനം 143-ന്റെ 8-ാം വാക്യം: രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ,
ഞാൻ നിന്നെ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേഴുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ള നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. ഇനി വായിക്കുന്നില്ല. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്. അതുപോലെ സങ്കീർത്തനം 63-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇവിടെയൊക്കെ നമുക്കത് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. നാം രാവിലെ തന്നെ നാം എഴുന്നേൽക്കണം. ഒന്ന്, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ 3 ദിവസം യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ 3 ദിവസം ഇവിടെ താങ്ങണം. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവരെ ഒറ്റുകാരെ അയച്ചിരുന്നു. എവിടെ? ദേശവും എരിഹോയും നോക്കിയിട്ട് വരാനായിട്ട്. ഇപ്പോഴാണ് ഈ ഇസ്രായേലിൽ മൊസാദ് എന്ന് പറയും ഭയങ്കര ഇത്. പണ്ട് തൊട്ട് ഇവരുടെ ആദ്യ സമയം തൊട്ട് ഈ മൊസാദിൻ്റെ പരിപാടിയുണ്ട് ഇസ്രായേൽക്കാർക്ക്. അവിടുന്ന് വന്നതാണിത്. അന്ന് ഒറ്റുകാരെ ഒറ്റുകാരെ വിട്ടിട്ട് അതിനുശേഷം റിപ്പോർട്ട് വന്ന് 3 ദിവസത്തിന് ശേഷമാണ് ഇവർക്ക് ഇവിടെ കടന്നു പോകേണ്ടി വന്നത്. എന്നാൽ ഈ 3 ദിവസത്തിനകത്ത് ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്തത്, യോശുവ കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒന്നാമതായിട്ട് അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ധൈര്യത്തിൻ്റെ വാക്കുകൾ കൊടുക്കുകയാണ്. പ്രിയരെ, നാം 2026 പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഈ 3 ദിവസത്തെ സമയത്ത് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി, കർത്താവ് എന്നെ കൈവിടുന്ന ദൈവമല്ല. 2025 ഒരു പക്ഷെങ്കിൽ ഇനി വരികയില്ല, ഒരിക്കലും വരാൻ പോകുന്നില്ല, വരികയും വേണ്ട. നമ്മൾ ആരും ആഗ്രഹിക്കുന്നുമില്ല 2025 വരണമെന്ന്. എന്നാൽ 2026 എന്താണ്? 2026 എന്ത് സംഭവിക്കും? നല്ലൊരു ജീവിതമാണോ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഇന്നത്തെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നല്ലതല്ല. എന്നാൽ നമുക്ക് നോക്കാം, ഈ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ ഈ കനാനിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എന്തൊക്കെയാണ് അവിടെ, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ നിങ്ങൾ പോയിട്ടില്ലാത്ത സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തന്നെയും ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു സൂചന കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ ശത്രുക്കളൊക്കെ അവിടെ ഉണ്ട്. ആരുടെ ശത്രുക്കളാണ് ഇവര്? ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളാണ്. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ശത്രുക്കൾ ഇല്ലാത്തതായിട്ടില്ല. എന്താ പറയുന്നത്? കനാന്യര, ഹിത്യര, ഹിവ്യര, പെരിസര, ഹിർഗസ്യര, അമോര്യര, യബൂസ്യര, ഇവരെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളായിട്ടുണ്ട്. പ്രിയരെ, 2026 നമുക്ക് ശത്രുക്കളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ശത്രുക്കൾ. ഈ 2025 കൂടുതൽ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാൻ പോവുകയാണ് 2026. ഇപ്പോൾ അതിൻ്റെ സൂചന വന്നു കഴിഞ്ഞു. ലോകമെമ്പാട് നാം നോക്കുമ്പോൾ അതിൻ്റെ സൂചന നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. 2026 പ്രവേശിക്കുമ്പോൾ ഈ 7 ജാതികളല്ല, അതിൽ കൂടുതൽ ജാതികൾ നമുക്കെതിരായിട്ട് നിൽക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അതിനുശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വേഗം ഞാൻ വായിച്ച് അതിൻ്റെ വാക്യങ്ങൾ മാത്രം പറഞ്ഞു. അതിൻ്റെ 9-ാം വാക്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിന്റെ മുൻപാകെ ഉണ്ട് എങ്കിലും ഞാൻ ആ ശത്രുക്കളെ അങ്ങനെ മാറ്റുകയല്ല. ആ ശത്രുക്കളുടെ മധ്യത്തിൽ ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ ആ ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് പറയുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം എരിയുന്ന തീച്ചൂളയിൽ നമുക്ക് പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ദാനിയേലിന്റെ ജീവിതത്തിൽ, ആ 3 ബാലന്മാരുടെ ജീവിതത്തിൽ എരിയുന്ന തീച്ചൂളയിൽ കിടക്കേണ്ടതായിട്ട് വന്നെങ്കിൽ തന്നെയും വലിയവനായിരിക്കും ദൈവം ആ തീച്ചൂളയിൽ നിന്ന് അവരെ അങ്ങനെ ഇടാതെ വിടുവിക്കല്ലായിരുന്നു, ഇട്ടതിന് ശേഷം വിടുവിക്കുന്ന ഒരു സൗകര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ എരിയുന്ന തീച്ചൂളയിൽ കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രതിസന്ധിയിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുമെങ്കിൽ തന്നെയും വലിയവനായിരിക്കും ദൈവം പറയാണ്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്നാൽ ഈ ശത്രുക്കളുടെ മധ്യത്തിൽ ഇവിടെ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രിയരെ, ഈ കർത്താവായ യേശുക്രിസ്തു വലിയവനായിരിക്കുന്ന ദൈവം ഇന്ന് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യമായിരിക്കാൻ 2026 നിങ്ങൾ ലഭിക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രകാരത്തിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ 3-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചില വ്യവസ്ഥകൾ ഇവിടെ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇവിടെ എന്താണ് നാം ചെയ്യുന്നത്? ഈ 3 ദിവസം യോശുവ ഇസ്രായേൽ മക്കളോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യണം. ഈ 3 ദിവസത്തിൽ എന്താണ് ചെയ്യേണ്ടത്? യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ. വചനം കേൾക്കുക. പ്രിയരെ, ഈ വചനം കേൾപ്പാൻ നമുക്ക് തീരുമാനം എടുക്കരുതോ? ഈ വർഷത്തിൻ്റെ അവസാനം ഇനി 2-3 ദിവസമുണ്ട്. ഇനിയും 3 ദിവസത്തിന് ശേഷം നമ്മുടെ 2026 പ്രവേശിക്കുമ്പോൾ വേണ്ട, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ നമുക്ക് എന്തുകൊണ്ട് തീരുമാനം എടുത്തുകൂടാ? യഹോവയുടെ വചനം കേൾപ്പാൻ തക്കവനുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം. ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 7 ജാതികൾ, 7 ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ, 7 ശത്രുക്കളുടെ മേൽ നമുക്ക് ജയം വരിക്കണമെന്നുണ്ടെങ്കിൽ, 7 ശത്രുക്കളുടെ മേൽ നമുക്ക് ജയം വരിച്ചുകൊണ്ട് മുൻപോട്ട് നല്ലൊരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ദൈവവചനം കേൾക്കണം. ഇന്ന് ദൈവവചനം വളരെ ദുർലഭമായിട്ടാണ് വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള അനേക മെസ്സേജുകളൊക്കെ നാം കേൾക്കുന്നുണ്ട്. എന്നാൽ വാസ്തവമായിട്ട് ദൈവവചന പഠനത്തിനായിട്ട് നാം സമയം ചെലവഴിക്കുന്നില്ല. ഇവിടെ യോശുവ പറയുന്നത്, ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ വചനം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ഇന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ദൈവം പറയുക, ഇന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഒരു ശുദ്ധീകരണം ഇല്ലാത്തിടത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. പ്രിയരെ, നമ്മുടെ മനസ്സ വാച കർമ്മണ, നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ ചിന്താഗതി നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നടപ്പൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ ശുദ്ധിയില്ലാത്ത, അശുദ്ധി നിറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ട് നല്ല രീതിയിൽ നാം സംസാരിക്കാറുണ്ട്, അല്ലേ? നമ്മെ സ്നേഹിക്കുന്നവരാരും നാം പറയുന്നത് അനുസരിച്ച് കേൾക്കുന്നവരാണെങ്കിൽ അവരെ നമ്മൾ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്നാൽ നമുക്കെതിരായിട്ട് ഒരാൾ ഒരു വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ യഥാർത്ഥ വിശ്വാസം എന്താണ്, യഥാർത്ഥ വിശ്വാസി ആരാണ്, എന്താണെന്നുള്ളത് അന്നേരം പിടികിട്ടും. ഇവിടെ പറയുന്നത് ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചതായിരിക്കുന്ന ആ ശുദ്ധീകരണം. കർത്താവ് യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? ഞാൻ എൻ്റെ ശത്രുക്കളെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങൾ അതുപോലെ തന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരായിട്ടൊരു വാക്ക് പറയുമ്പോൾ അവരെ സ്നേഹിക്കുവാൻ തക്കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എവിടെ ശുദ്ധീകരണം? ശുദ്ധീകരണമില്ലാതെ കണ്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, കർത്താവ് എന്നെ അനുഗ്രഹിച്ചില്ലല്ലോ, കർത്താവ് ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണം ആവശ്യമാണ്. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ നിർത്തിക്കളയാൻ സമയമായല്ലോ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടത്തെ അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ ആരെ കാണണം? അവിടെ ഒരു നിയമപ്പെട്ടമുണ്ട്. ആ നിയമപ്പെട്ടത്തെ നിങ്ങൾ കാണണം. ആരാണ് നിയമപ്പെട്ടത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രിയരെ, 2026 കടന്നു പോകുന്നതിന് മുമ്പായി നമുക്ക് ആ നിയമപ്പെട്ടത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു 3 ദിവസം നമുക്കുണ്ട്. ഈ 3 ദിവസം നോക്കുക മാത്രമല്ല, നോക്കുക എന്ത് ചെയ്യണം? കാണുമ്പോൾ, പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിടണം. നിങ്ങളുടെ സ്ഥലം വിടണം. എന്താണ് ഈ സ്ഥലം? നിങ്ങൾ സിത്തീമിൽ നിങ്ങൾ ജീവിച്ചു. മരുഭൂമിയിൽ 40 വർഷം നിങ്ങൾ ജീവിച്ചു. നിങ്ങളുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും വിട്ടിട്ട് ഞാൻ ആ നിയമപ്പെട്ടത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് അത് വഹിക്കുന്നതായിരിക്കുന്ന പുരോഹിതന്മാരുണ്ടല്ലോ, അവരെ നിങ്ങൾ നോക്കണം, മറ്റാരെയും നോക്കണ്ട. പ്രിയരെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ.
പ്രിയ യുവാക്കളായിട്ട് സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർ, നിങ്ങളെ നടത്തിയവരുണ്ട്, നിങ്ങളെ ഇന്ന് നടത്തുന്നവരുണ്ട്. അത് ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരായിരിക്കാം, അല്ല നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളായിരിക്കാം. അവർ നിങ്ങളെ നടത്തിയവരാണ്, നിങ്ങളെ നടത്തുന്നവരാണ്. അവരുടെ പിന്നാലെ നിങ്ങൾ ഗമിക്കണം. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ, കോളേജിൽ പലരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ, പലരുടെയും ഉപദേശങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ, വളരെ ദുഃഖത്തോടുകൂടി പറയട്ടെ, മാതാപിതാക്കളെ പോലും മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന വാക്കുകൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്നും കടന്നു വരുന്നുണ്ട്. എന്ത് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? യോശുവ ഒരു കാര്യം എന്ന് പറയുകയാണ്, 2026 പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ 3 ദിവസത്തെ സമയത്ത് ഒരു വലിയൊരു സന്ദേശം ദൈവം നമുക്ക് തരുന്നുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് നമ്മളെ വളർത്തിയെടുത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് വിരുദ്ധമായി, സഭയിലെ ശുശ്രൂഷ ബന്ധത്തിന് വിരുദ്ധമായി നമ്മുടെ നാവിൽ ഒരു വാക്ക് പറയരുത്. കാരണം അവർ നമ്മുടെ നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടൊന്നും പറയുന്നില്ല. കാരണം നാം ഒരുപക്ഷെങ്കിൽ നമ്മുടെ സഹപാഠികളുമായിട്ടുള്ളതായിരിക്കുന്ന ജീവിതത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ കോളേജിലെ ജീവിതത്തിൽ കൂടി, നമ്മുടെ സ്കൂളിലുള്ള ജീവിതത്തിൽ കൂടി, നമ്മുടെ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കൂടി നാം ഇടപെട്ട് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾ നമുക്ക് നീരസപ്പെട്ടു എന്ന് വന്നേക്കാം. ഇപ്പോഴും പഴയ കാര്യങ്ങളാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? പ്രിയരെ, ബൈബിൾ പഴയതായിട്ടില്ല. ഈ ബൈബിൾ പഴഞ്ചൻ പുസ്തകമല്ല. പഴഞ്ചൻ പുസ്തകമാണെങ്കിലും ഇന്നും മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അനേക നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന പുസ്തകമാണ് ഈ പുസ്തകം. അനേകരുടെ ജീവിതത്തിൽ മനപരിവർത്തനം നടത്തിയതായിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ കൂടി നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ഉപദേശം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ നിങ്ങൾ മാതാപിതാക്കൾ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷന്മാരിൽ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് അടുത്തായിരിക്കുന്ന നിങ്ങളുടെ സഹോദരന്മാരിൽ കൂടി ആയിരിക്കാം. ഒരിക്കലും അവരെ തിരുവനന്തപുരത്ത് അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വേണ്ടതായിരിക്കുന്ന വില കൊടുക്കണം. നിങ്ങളുടെ ഭാവി ജീവിതത്തെ ഓർത്ത്. നമുക്കറിയാം, പലപ്പോഴും ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. വളരെ പ്രയാസം, ദുഃഖകരമായിരിക്കുന്ന അനേക വിഷയങ്ങൾ നമ്മൾ ഈ ന്യൂസിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ടെക്നോളജി വളരെ വളരെ മുൻപിലാണ്. എന്നാൽ ഒരിക്കലും നാം മറന്നു പോകരുത്, നമ്മെ സ്നേഹിച്ച് നമ്മെ വളർത്തി നമ്മുടെ പോറ്റിപ്പുലത്തതായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ മാത്രമല്ല, നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർ, അവർ ചില ഉപദേശങ്ങൾ തരുമ്പോൾ അവരെ ഒരിക്കലും നമ്മൾ മറക്കുവാൻ പാടില്ല. ഇവിടെ എന്താണ് നാം കാണുന്നത്? നിയമപ്പെട്ടത്തെ കാണണം. ഒന്ന്, നിയമപ്പെട്ടത്തെ കാണുമെന്ന് പറഞ്ഞാൽ കർത്താവിനെ നിങ്ങൾ നോക്കണം. ഒന്ന്. അതിനുശേഷം പറയുന്നത്, അത് ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണണം. കർത്താവായ യേശുക്രിസ്തുവിനെ കാണണം. കർത്താവായ യേശുക്രിസ്തുവിനെ വഹിക്കുന്നതായിരിക്കുന്ന പുരോഹിതന്മാരെ കാണണം. അതുമാത്രമല്ല, എന്താ പറയുന്നത്? ആ സ്ഥലം നിങ്ങൾ വിടണം. ഏത് സ്ഥലം? മരുഭൂമി യാത്ര വളരെ ക്ലേശകരമായിരിക്കുന്ന യാത്രയായിരുന്നു, ജീവിതമായിരുന്നു. ആ ജീവിതത്തെ നിങ്ങൾ വിട്ടിട്ട് എന്ത് ചെയ്യണം? ആരുടെ പിന്നാലെ ചെല്ലണം? നിയമപ്പെട്ടകത്തിൻ്റെ പിന്നാലെ ചെല്ലണം. നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ നാം ചെല്ലേണ്ടത് ആവശ്യമാണ് പ്രിയരെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരു വാക്യം കൂടെ, അനേക കാര്യങ്ങൾ ഇതിനോട് ബന്ധത്തിലുണ്ട്. ഞാൻ ഒരു ഭാഗം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 12 മുതൽ 15 വരെ. യോശുവ 1-ാം അധ്യായം 12 മുതൽ 15 വരെ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതിഗോത്രത്തോടും പറഞ്ഞതെന്നാൽ, യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുകയും, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശം തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ യുദ്ധപ്രാപ്തരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നുവെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിനുശേഷം യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങുമെന്ന് അതിനെ അനുഭവിച്ചു കൊള്ളണം. ഇവിടെ യോർദാൻ നദിക്ക് അപ്പുറവും ഇപ്പുറവും ഉണ്ട്. യോർദാൻ നദിക്ക് ഇപ്പുറത്താണ് 2.5 ഗോത്രങ്ങൾ. 2.5 ഗോത്രങ്ങൾ പറഞ്ഞാൽ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രം. 2.5 ഗോത്രങ്ങൾ അവർക്ക് ഈ യോർദാൻ കടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ യോശുവ പറയുന്നൊരു കാര്യമുണ്ട്. യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുകയും, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ദേശം നിങ്ങൾക്ക് ഈ ദേശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ആർക്ക്?
ഈ 2.5 ഗോത്രക്കാർക്ക് ഒരു കുഴപ്പവുമില്ല, അവർ സുഖമായിട്ടുണ്ട്. എന്നാൽ യോശുവ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലിയും യോർദാനിക്കര മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ദേശത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഇരുന്നോട്ട്. എന്നാൽ നിങ്ങൾ യുദ്ധപ്രാപ്തന്മാരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്കെന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർ കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. ആരെ സഹായിക്കണം? ഈ 2.5 ഗോത്രക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഞങ്ങളെന്തിന് ഇതിനിടയ്ക്കിടാവുന്ന, അവർ പോട്ടെ, യോർദാൻ നദി അവർക്കല്ലേ കടക്കേണ്ടത്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. പ്രിയരെ, വിശ്വാസികളായിരിക്കും നമ്മളോടുള്ള ബന്ധത്തിൽ വലിയൊരു സന്ദേശം ഇവിടെയുണ്ട് കേട്ടോ. നമ്മൾ സുഖമായിട്ടുണ്ട്, നമുക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് തിന്നാനുണ്ട്, എനിക്ക് കുടിക്കാനുണ്ട്, എനിക്ക് യാത്രയ്ക്ക് വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്, ഞാനെന്തിനാ അവരെ നോക്കണം? യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്വസ്ഥത തന്നു. ആരാ സ്വസ്ഥത തന്നത്? നിങ്ങൾക്ക് ആരോഗ്യം തന്നത് ആരാ? നിങ്ങൾക്ക് ഈ സാമ്പത്തികമാർക്ക് ഉന്നതി തന്നത് ആരാ? നിങ്ങൾക്ക് 4 ടയർ ഇത് വീലുള്ള വണ്ടി തന്നത് ആരാണ്? എൻ്റെ ദൈവമാണ്, മോശയുടെ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതയിൽ നിങ്ങൾ പങ്കുകൊള്ളണം. ഒരിക്കലും ഞാൻ മാറി നിൽക്കുവാൻ പാടില്ല. പ്രിയരെ, അത് ഇവിടെ ഈ മഞ്ഞാടി സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഈ വിധത്തിൽ അന്യോന്യം സ്നേഹത്തിലും സന്തോഷത്തിലും അന്യോന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നൊരു വസ്തുത ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാണ്. ഇതിന് ശേഷം കൈവശമാക്കിയതിന് ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനിക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളാം. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളുണ്ടാകണം. 2026 ഒരുപക്ഷെങ്കിൽ പ്രിയരെ, നമ്മളിൽ പലരും ബലഹീനരാണ്, നിരാശയിലും ദുഃഖത്തിലും കടന്നു പോകുന്നവരാണ്, അതേ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ, അങ്ങനെയുള്ളവർക്ക് ബലം കൊടുക്കുവാൻ, ആ ദുർബലാവസ്ഥയിലുള്ളവർക്ക് ആ ശക്തി കൊടുക്കുവാൻ, ശക്തിയുള്ളവർക്ക് അതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആവശ്യമാണ്. അതിവിടെ യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതായിരിക്കുന്ന വലിയൊരു സത്യം, വലിയൊരു സന്ദേശം ഇന്ന് നമുക്കുണ്ട്. നാം സഹോദരന്മാരായിട്ട് ഈ മഞ്ഞാടി സഭയിൽ നാം കൂടി വന്നിരിക്കുമ്പോൾ ഒരു 2026 നാം പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ അനേകരുണ്ട്, കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവരെ സഹായിപ്പാൻ ഞാനും ബാധ്യസ്ഥനാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ നിങ്ങൾ സഹായിക്കണം. ആരെ സഹായിക്കണം? ഈ കടന്നു പോകാനുള്ളത്. യോർദാൻ നദി കടന്നു പോയേ പറ്റത്തുള്ളൂ. യോർദാൻ നദി ഇരമ്പിപ്പായുകയാണ്. ആ സമയത്ത് കൊയ്ത്ത് കാലമായിരുന്നു. നോക്കുമ്പോൾ തന്നെ പേടിച്ചു പോകുന്നതാണ്. എന്നാൽ ആ സമയത്ത് കടന്നു വന്നിട്ട് അവരെ സഹായിക്കുവാൻ കൊണ്ടും യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഈ വസ്തുത നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, ആ 3 ദിവസം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ 3 ദിവസം കണ്ടു കഴിഞ്ഞാൽ, ആ ഇരമ്പിപ്പായുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു പൊക്കുളി. ഞാൻ പറയും, ആ മരുഭൂമിയിലെ താമസം നല്ലത്. ഈ യോർദാൻ ഇത്രയും ഇരുമ്പിപ്പായുന്നതായിരിക്കും അതിൻ്റെ മുമ്പാകെ വന്നു നിന്നതിന് ശേഷം എങ്ങനെ മുമ്പോട്ട് കടക്കും? മരിച്ചു പോകുകയല്ലേ? വെള്ളം ആഞ്ചു പായുകയാണ്. അല്ല, ദൈവത്തിന് വേണമെങ്കിൽ നമ്മൾ സിറ്റിയിൽ പാർക്കുന്ന സമയത്ത് ദൈവം ഇതിനെ ഉണക്കി തന്നതിന് ശേഷം വന്ന് പോകാമെന്ന് പറഞ്ഞിരുന്നു. എന്ത് ഈസി ആയിരുന്നു. അതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. പ്രിയരെ, നമ്മുടെ മുൻപാകെ ഈ വിധത്തിലുള്ളതായിരുന്നു ഇരുമ്പിപ്പായുന്ന യോർദാൻ നദി നമ്മുടെ മുൻപാകെ കണ്ടുകൊണ്ട് അതിൽ കൂടി നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിന് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു 3 ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. 29, 30, 31 നമ്മെ തന്നെ പരിശോധിക്കാം. അനേക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനുണ്ടെങ്കിൽ സമയത്തിന് അഭാവം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തിയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ. ചെയ്യും ഞാൻ